IPL ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള കളിയിൽ വൻ പരാജയത്തിന്റെ ക്ഷീണത്തിലാണ് രാജസ്ഥാൻ റോയൽസ് ടീമും അതുപോലെ ക്യാപ്റ്റൻ സഞ്ജു സാംസണും. ഇതിനു പുറമെ അടുത്ത പണിയും കൂടെ വന്നിരിക്കുകയാണ് സഞ്ജുവിനും ടീമിനും ഇപ്പോൾ. തോൽവിയുടെ ഞെട്ടൽ മാറും മുമ്പ് സഞ്ജു അടക്കം ടീമിലെ എല്ലാവർക്കും വൻ പിഴ ചുമത്തിയിരിക്കുകയാണ് BCCI ഇപ്പോൾ. ഗുരുതരമായ തെറ്റാണ് ഗുജറാത്തുമായുള്ള മത്സരത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചതെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി. മാത്രമല്ല സീസണിലെ ഏറ്റവും വലിയ തോൽവി കൂടിയാണ് ഗുജറാത്തിനോട് അവരുടെ മൈതാനത്ത് റോയൽസ് നേരിടേണ്ടി വന്നത്. ഈ സീസണിൽ സഞ്ജുവിന് കീഴിൽ റോയൽസിന്റെ ആദ്യത്തെ തോൽവി കൂടിയാണിത്. 218 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽസ് ടീം 4 ബോളുകൾ ബാക്കി നിൽക്കെ വെറും 159 റൺസിന് ഓൾ ഔട്ടായി. ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള കളിയിൽ കുറഞ്ഞ ഓവർ നിരക്കിനെ തുടർന്നായിരുന്നു ക്യാപ്റ്റൻ സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസ് ടീമിനും BCCI പ്രധാനമായിട്ട് പിഴ ചുമത്തിയത്. സഞ്ജു 24 ലക്ഷം രൂപയും ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ ശുഭൻ ദുബെ അടക്കം ടീമിലെ മറ്റു കളിക്കാർ 6 ലക്ഷം രൂപ വീതം പിഴയായി അടയ്ക്കണമെന്നാണ് BCCI നിലവിൽ നിർദ്ദേശിച്ചത്. ഈ സീസണിൽ ഇത് രണ്ടാം പ്രാവശ്യമാണ് റോയൽസ് ടീം കുറഞ്ഞ ഓവർ നിരക്കെന്ന ഗുരുതരമായ വീഴ്ച വരുത്തിയത്. നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള കളിയിലും നിശ്ചിത സമയത്തിനുള്ളിൽ ഓവറുകൾ പൂർത്തിയാക്കാൻ റോയൽസിന് കഴിഞ്ഞിരുന്നില്ല. അന്ന് ടീമിന്റെ താൽക്കാലിക ക്യാപ്റ്റനായ റിയാൻ പരാഗ് 12 ലക്ഷം രൂപ പിഴയടച്ചു. സീസണിലെ ആദ്യത്തെ 3 മത്സരങ്ങളിലും റോയൽസിനെ നയിച്ചത് കൂടുതലും പരാഗായിരുന്നു. വിക്കറ്റ് കീപ്പിംഗ് BCCIയിൽ നിന്നും ക്ലിയറൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ക്യാപ്റ്റൻസിയിലും വിക്കറ്റ് കീപ്പിംഗ്സിലും സഞ്ജു മാറി നിന്നു. എന്നാൽ ഇമ്പാക്ട് പ്ലെയറായി മുന്നിലും അദ്ദേഹം ബാറ്റിംഗിൽ ഇറങ്ങി. പഞ്ചാബ് കിങ്സുമായുള്ള 4ാം റൗണ്ട് മത്സരത്തിൽ കൂടിയാണ് സഞ്ജു നായകനായും വിക്കറ്റ് കീപ്പറുമായി തിരിച്ചെത്തിയിരുന്നത്. ഈ മത്സരത്തിൽ ടീം ഗംഭീര വിജയവും നേടി. അതിനുശേഷം ഗുജറാത്തുമായി റോയൽസ് മത്സരത്തിനിറങ്ങിയത്. കുറഞ്ഞ ഓവർ നിരക്ക് കാരണം രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇനി വിലക്ക് വരുമോ എന്ന ആശങ്കയിലാണ് രാജസ്ഥാൻ റോയൽസ് ആരാധകരെല്ലാം ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ സീസണിൽ കുറഞ്ഞ ഓവർ നിരക്ക് ആവർത്തിച്ചത് കാരണം മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനും സ്റ്റാർ ഓൾറൗണ്ടറുമായ ഹർദിക് പാണ്ഡ്യയ്ക്ക് ഒരു കളിയിൽ വിലക്ക് കിട്ടിയിരുന്നു. അതിനാൽ ഈ സീസണിലെ ആദ്യത്തെ മത്സരം അദ്ദേഹത്തിനും നഷ്ടമായി. ഹർദിക്കിന്റെ അഭാവത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള പോരാട്ടത്തിൽ ടീമിനെ നയിച്ചത് സൂര്യകുമാർ യാദവാണ്. IPLന്റെ ഇതുവരെയുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ ഇതിനോടകം 3 പ്രാവശ്യം കുറഞ്ഞ ഓവർ നിരക്ക് കാരണം ക്യാപ്റ്റന്മാർക്ക് ഓരോ കളിയിലും വിലക്ക് നേരിടേണ്ടി വന്നിരുന്നു. പക്ഷെ സഞ്ജുവിന് അത്തരം ഒരു വിലക്കുണ്ടാവുമെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് പറയാം. അതിനുള്ള കാരണം ഈ സീസണിലെ IPLന് മുമ്പ് നിയമാവലിയിൽ BCCI ഭേദഗതികൾ വരുത്തി. പുതിയ നിയമം അനുസരിച്ച് കുറഞ്ഞ ഓവർ നിരക്ക് ആവർത്തിച്ചാലും ഇതിന്റെ പേരിൽ ക്യാപ്റ്റന്മാർക്ക് വിലക്കുണ്ടാവില്ലെന്നാണ് BCCI അറിയിച്ചത്. പകരം പിഴയടച്ചാൽ അവർക്ക് രക്ഷപ്പെടുവാൻ കഴിയും.